അമ്മായി, ഞാൻ വരട്ടെ. ഹേമ വരാൻ ഇനിയും താമസിക്കും. ഇല്ല മോളെ, വരാറായി. അതെ, അവള് വന്നല്ലോ. പിന്നൊരു കാര്യം, അടുത്ത പ്രാവശ്യം വരുമ്പോ മോനെയും കൊണ്ടേ വരാവൂ. രാവിലെ വന്ന രാത്രിയിലേ പോകാനൊക്കത്തുള്ളൂ, കേട്ടല്ലോ? ശരി അമ്മായി. ആഹാ, നീ എപ്പോ വന്നു? കുറെ നേരമായി. ഞാൻ പോകാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോഴേ പതുക്കെ അങ്ങ് പാടി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം ഒന്നുമില്ല. നിനക്ക് സുഖമാണോ? അമ്മായി കാത്തൊക്കെ തന്നില്ലേ? അതെ. നീ ഇരിക്കും, ഞാൻ മുഖം കഴിയിട്ട് വരാം. അന്ന് നമ്മൾ ഫോണിൽ സംസാരിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് മാത്രമായിരുന്നു എന്റെ ചിന്ത. നമ്മുടേതായ ഒരു കൊച്ചു സാമ്രാജ്യത്തിന്റെ സ്വപ്നങ്ങളായി എന്റെ മനസ്സിൽ. ശ്രീദേവി, എനിക്ക് ഒരു വിവാഹം കഴിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ, അത് നടക്കാനുള്ള വിധിയും വേണ്ടേ? നിന്റെ മോൻ എന്റെ മോനല്ലേ? രാവിലെ മോഹൻ ഇവിടെ വന്നിരുന്നു. ഒന്ന് കയറി ഇരുന്നു പോലുമില്ല. മോഹനേട്ടനോ? ഹേമയോ എന്തോ സംസാരിക്കുന്നത് കണ്ടു. കാറി കയറി പോവുകയും ചെയ്തു. ശ്രീദേവി, ഇതാ നിനക്ക് വേണ്ടി വാങ്ങിച്ച സാരി.
ഇഷ്ടപ്പെട്ടു. ഞാൻ ആഹാരം എടുത്തു വയ്ക്കാം. ഡ്രസ്സ് മാറ്റി വരൂ. എനിക്ക് വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. നീ കഴിച്ചു? എനിക്കൊന്നും വേണ്ട. കാരണം? എനിക്ക് നല്ല സുഖമില്ല. ശ്രീദേവി, നിനക്ക് എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാണ്? ഭർത്താവിന്റെ സ്വപ്ന സാമ്രാജ്യത്തിൽ ഒരു ഭാര്യ അധികപ്പറ്റായിരിക്കുന്നു. മനസ്സിലായില്ല. പാവം, നിങ്ങൾ ഇനി അഭിനയിക്കാണല്ലേ? നിങ്ങൾ മനഃപൂർവ്വം എന്നെ വഞ്ചിക്കുകയായിരുന്നു. ഞാനിതൊന്നും അറിയില്ലെന്ന് കരുതിയല്ലേ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പറയണോ? നിങ്ങൾ ജോലി തിരക്കെന്നും പറഞ്ഞ് ധൃതി വെച്ച് പോകാറുള്ളത് ഓഫീസിലേക്കാണോ? അത് ഞാൻ... മറ്റൊരു കള്ളം കൂടി പറയാൻ വാക്കുകൾ തേടുകയായിരിക്കും. കഴിഞ്ഞ 10 വർഷം നിങ്ങളതിൽ വിജയിച്ചു. ഞാൻ എന്ത് കള്ളമാണ് പറഞ്ഞത്? സത്യം എന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങളുടെ കഴിഞ്ഞ കാലം നിങ്ങളിൽ നിന്നറിയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. നിങ്ങളുടെ മേൽ അധികാരവും അവകാശവും എനിക്ക് മാത്രമുള്ളതാണെന്ന് ഞാൻ കരുതി. ഇപ്പോ അത് അനുഭവിക്കുന്നവൾ മറ്റൊരുത്തിയാണെന്ന് വന്നാൽ... അതെ, ഹേമ നിങ്ങളുടെ കാമുകയായിരുന്നു. അതൊരു പഴങ്കഥയാണ്. അത് മറക്കാനും പൊറുക്കാനും നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ... നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത് ഞാൻ മറക്കണമെന്നാണോ പറയുന്നത്? കാമുകയോടൊപ്പം തന്നിഷ്ടം പോലെ നടക്കുന്നത് ഞാൻ കണ്ടില്ലെന്ന് നടിക്കണോ? ശ്രീദേവി, സത്യം മനസ്സിലാക്കാതെയാണ് നീ സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ ഉണ്ടാകരുത്. നിനക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞിന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോ ഹേമയുടെ വീട്ടിൽ വെച്ച് ആ കത്ത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഈ വിവരം ഞാൻ അറിയുമായിരുന്നില്ല. എന്തുകൊണ്ട് ഈ വിവരം എന്നിൽ നിന്ന് മറച്ചു വെച്ചു? നിന്നോടത് തുറന്നു പറഞ്ഞാൽ നിന്റെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഞാൻ ഭയന്നു. സ്നേഹം? അതിന്റെ അർത്ഥം നിങ്ങൾ വിവരമാക്കുകയാണ്. വിശ്വാസവും ആത്മാർത്ഥയുമാണ് സ്നേഹം. നിങ്ങൾക്കില്ലാത്തതാണ്. ഇന്ന് ഹേമയെ മറക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ പറയും, വീണ്ടും വീണ്ടും പറയും. അതിനുള്ള അവകാശം എനിക്കുണ്ട്. എന്നെ സംശയിച്ച നിമിഷം മുതൽ നിനക്ക് ആ അവകാശം നഷ്ടപ്പെട്ടു. ഇത്രയും കാലം നിന്നോടൊപ്പം ജീവിച്ച് എന്നെ മനസ്സിലാക്കാൻ സാധിക്കാത്ത നിനക്ക് ഒരിക്കലും ഒരു നല്ല ഭാര്യയാവാനാവില്ല. അമ്മായി, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോന്നു. നല്ല ആളാ. അങ്ങനെ പറയാതെ പോയിക്കളഞ്ഞല്ലോ. ഇന്ന് പറഞ്ഞു തീർക്കാനാണ് വന്നത്. എന്താ ശ്രീദേവി? നന്നായിരിക്കുന്നു അഭിനയം. പക്ഷേ ഇതെന്റെ അടുത്ത് വേണമായിരുന്നോ? എനിക്ക് മനസ്സിലായില്ല. നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ച കൂട്ടുകാരിയാണ് ഞാൻ. എന്റെ ജീവിതം തകർത്തിട്ട് നിനക്കെന്ത് നേടാനാണ് ശ്രീദേവി? നീ ഒന്നും അറിയാതെയാണ് സംസാരിക്കുന്നത്. അതെടി, ഇത്രയും കാലം ഞാൻ ഒന്നും അറിഞ്ഞില്ല. പക്ഷേ ഇപ്പൊ ഞാൻ എല്ലാം അറിഞ്ഞത്. നീ എന്തറിഞ്ഞെന്നാണ് പറയുന്നത്? നീ മോഹനേട്ടനെ സ്നേഹിച്ചിരുന്നില്ലേ? അദ്ദേഹം നിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നില്ലേ? അദ്ദേഹം നിനക്ക് ലെറ്റർ അയക്കാറുണ്ടായിരുന്നില്ലേ? ഞാനറിയാതെ നിങ്ങൾ തമ്മിൽ കാണാറില്ലേ? എന്നിട്ട് രണ്ടുപേരും ഒരു പരിചയമില്ലാത്ത രൂപത്തിൽ എന്നോട് പെരുമാറിയല്ലേ? എടി, ഒരു കാലത്ത് നിനക്ക് പ്രേമ അലർജി ആയിരുന്നല്ലോ. ഇപ്പൊ അതൊരു ഹോബിയായി മാറിയല്ലേ ശ്രീദേവി? നോക്കൂ, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്നെയും എന്റെ കുഞ്ഞിനെയും അകറ്റരുത്. ശ്രീദേവി, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇങ്ങനെ ക്രൂശിക്കരുത് പ്ലീസ്. നിനക്കും മോഹനേട്ടനും വേണ്ടി ഞാൻ വഴിമാറിത്തരാം. അയ്യോ ഈശ്വര, ഞാൻ സ്വപ്നത്തിൽ പോലും ആലോചിക്കാത്ത കാര്യങ്ങളാണ് നീ പറയുന്നത് ശ്രീദേവി. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു തെറ്റും മിണ്ടാതിരിയടി. ഇനി നീ പറയുന്നത് മുഴുവൻ ഞാൻ വിശ്വസിക്കണല്ലേ? നോക്കൂ ഹേമേ, ഞാനിന്നൊരു ഭാര്യയാണ്, ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. ദയവായി ഞങ്ങളുടെ കുടുംബം തകർക്കല്ലേ പ്ലീസ്. നീ
നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് ദൈവം പോലും പൊറുക്കില്ലടി. മോളെ, നിന്റെ മനസ്സിൽ കളങ്കമില്ലെങ്കിൽ നീ എന്തിനു വിഷമിക്കുന്നു? സമാധാനമായിരിക്കും, സമാധാനമായിരിക്കും.